RSS ED ഭീഷണിക്കെതിരെ യുവജന പ്രതിരോധവുമായി ഡിവൈഎഫ്ഐ ഏപ്രിൽ 7-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ എല്ലാ ജനാധിപത്യ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും ഭയപ്പെടുത്തി ഇല്ലാതാക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ജനാധിപത്യ ഇന്ത്യയിൽ ഭയം വിതച്ച ഏകാധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, വിശദാംശങ്ങൾ. അസുത എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ അണിയറ പ്രവർത്തകർക്കെതിരായി ഇപ്പോൾ ഇഡി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് വലിയ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏപ്രിൽ 7-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ എല്ലാ ജനാധിപത്യ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും ഭയപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്കെതിരായ നീക്കവും അതിന്റെ നിർമ്മാതാവിനെ ഇഡിയെ വിട്ട് ഭീഷണിപ്പെടുത്തിയതിനും സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തി ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോദിയും അമിത്ഷായും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഗുജറാത്ത് വംശഹത്യയുടെ ഉള്ളറകൾ തുറന്നു കാട്ടിയതിന്റെ പകയാണ് ഇൻകം ടാക്സ് നോട്ടീസും ഭയപ്പെടുത്തലിന്റെ സമീപകാല ഉദാഹരണവും എന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇഡി 193 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ മുഴുവൻ രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യം വെച്ചതുമാണ്. അതിൽ 2 കേസുകൾ മാത്രമാണ് നിലവിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യ ഇന്ത്യയിൽ ഭയം വിതച്ച് ഏകാധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും രംഗത്തിറക്കും എന്നുള്ള ആഹ്വാനമാണ് നിലവിൽ ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത്. നിലവിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട എമ്പുരാന്റെ മലയാളത്തിന്റെ അഭിമാനവുമായ എമ്പുരാന്റെ സംവിധായകനും മലയാളത്തിന്റെ അഭിമാന താരവുമായ പൃഥ്വിരാജിനെതിരെയാണ് ഇപ്പോൾ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നിലപാട്. നിലവിൽ ഈ ഗോകുലം ഗോപാലിന് എതിരായ ഇഡി അന്വേഷണവും ഒപ്പം തന്നെ പരിശോധനയും കേസും ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന സാമ്പത്തിക ഇടപാടുകൾ ആയിരുന്നു ഈ ഇഡി ഇപ്പോൾ വിശദീകരിക്കുന്ന കാരണങ്ങളെങ്കിൽ അത് നേരത്തെ ഇവർക്ക് ആകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ നിർമ്മാതാവിനെയും ഒപ്പം തന്നെ സംവിധായകനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇഡി കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പൂർണ്ണമായും പ്രവർത്തിക്കുകയാണ് എന്നുള്ള നിലപാട് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. അതിനെതിരെ വലിയ വിമർശനവും പ്രതിഷേധവും ഉയർത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി, വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകിയത്.